അപ്പോൾ ഇത്രയും ബൊഗൈൻവില്ല ചെടികളാണ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓരോ വെറൈറ്റിയുടെയും പേരും ഇതിന്റെ വിലയും ഇത് വാങ്ങിയ സ്ഥലവും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനിപ്പോൾ ഉള്ളത് വീട്ടിന്റെ തൊട്ടടുത്തുള്ള റോയൽ ഗ്രീൻ ഹൗസിലാണ്. ഈ റോയൽ ഗ്രീൻ ഹൗസിന്റെ പല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സിന് വേറൊരു ഗാർഡൻ ഉണ്ട്, അതായത് മെയിനായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയത്. ഇത്തവണ ഞാൻ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഫുൾ വീഡിയോ എടുക്കാനല്ല, ഞാൻ കുറച്ച് ബൊഗൈൻവില്ല പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എന്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി കുറെ ബൊഗൈൻവില്ലയുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം വാങ്ങിയതൊക്കെ കുറച്ച് നാടൻ വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടെ കുറെ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങേറ്റം വരെ ഒത്തിരി ഇല്ലെങ്കിലും കുറച്ച് നല്ല വെറൈറ്റീസ്, എൻ്റെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് ആണ്. കോമൺ ആവാം, പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെറൈറ്റീസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ചെറിയൊരു വീഡിയോയും കൂടെ ആക്കി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യങ്ങളും മറ്റും പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് എന്താ പറയുക പലയിടത്തും അവൈലബിൾ ആണല്ലോ, പിന്നെ ഇതിനെ അവിടെ പോയി വാങ്ങണേ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്ന ചെടികളുടെ ക്വാളിറ്റിക്കാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ടത്. പിന്നെ വേറൊന്ന് വീട്ടിൻ്റെ തൊട്ടടുത്താണ്. ഞാനിപ്പോൾ ഇവിടുന്ന് കാർ ഓടിച്ചിട്ട് 1000 രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ച് വേറെ അടുത്ത് പോയി വാങ്ങുന്നതിനേക്കാളും എന്തായാലും ഇതെനിക്ക് ലാഭം. അപ്പോൾ ട്രിവാൻഡ്രംകാർക്ക് ഇത്തരം ബൊഗൈൻവില്ല കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും. ഇതിന്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിന് പാങ്ങപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ. കാര്യവട്ടത്തിനും പാങ്ങപ്പാറയ്ക്കും ഇടയിൽ ഗുരുമന്ദിരമുണ്ട്. ഈ ഗുരുമന്ദിരത്തിന് അടുത്തായിട്ടാണ്, പാങ്ങപ്പാറ ഗുരുമന്ദിരം എന്ന് പറയാം. ഗുരുമന്ദിരത്തിന്റെ അടുത്തായിട്ടാണ് റോയൽ ഗ്രീൻ ഹൗസ് ഉള്ളത്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ്, കാര്യവട്ടത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണാൻ പോകുന്ന ഡോക്ടർ റിയോ എന്നൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പ്രത്യേകത ലീവ്സ് വെരിഗേറ്റഡ് ആണ്. അതിൽ കണ്ടോ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഒന്നൊരു യെല്ലോയും ഒന്നൊരു റെഡും. കണ്ടോ? യെസ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പൂക്കളില്ലാത്ത സമയത്തും ഈ വേരിഗേഷൻ കാരണം ചെടിക്ക് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ റിയോ ഗാർഡനിൽ വെച്ചാൽ എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. ഇത് കണ്ടോ, അതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെടികളാണ്. അപ്പൊ ഇത് ഇവരിവിടെ കൊടുക്കുന്നത് 300 രൂപയ്ക്കാട്ടോ. റെഡ് ആയാലും ഓറഞ്ച് ആയാലും ഒരേ വില തന്നെ കേട്ടോ. അടുത്ത കാണുന്നത് പ്ലെയിൻ വൈറ്റ് എന്നൊരു വെറൈറ്റിയാണ്. ഒരുപാടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ചെടികളാണ് കേട്ടല്ലേ. ഇത് ഭംഗിയായിട്ട് ഫ്ലവർ നിൽക്കുന്നതെന്ന്. ഒത്തിരി പൂക്കൂട്ടെ. ഇത് ഇല കാണാതെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. പ്ലെയിൻ വൈറ്റ് എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ വില 250 രൂപയായിട്ട്. ഇവിടുത്തെ വിലയെ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു ചെടികളുടെ ക്വാളിറ്റിയും വിലയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മാത്രം ഇവിടേക്ക് വരും കേട്ടോ. ഞാൻ എന്തായാലും ഇതിൽ ഓരോന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത വെറൈറ്റീസ് ഒക്കെ ഓരോന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ഞാനൊന്നും കൂടെ കാണിച്ചു തരാം എന്തൊക്കെ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് അടുത്ത വെറൈറ്റി ഫയർ ഒപ്പൽ ഓറഞ്ച് എന്നൊരു സാധനമാണ്. എന്നെ ശരിക്കും ആകർഷിച്ചൊരു സാധനം കേട്ടോ. എന്താ ഭംഗി നോക്കി എന്റെ പൂക്കൾക്ക്. കണ്ടോ, വെറൈറ്റി ചെടി കേട്ടോ. എനിക്കിഷ്ടമായി. ഇപ്പൊ ഒത്തിരി കളക്ഷൻ ഉള്ളവർക്ക് ഒന്നും കാര്യമായിട്ട് തോന്നൂല. നല്ല പൂക്കളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ വില 450 രൂപയാണ്. വിലയിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. 450 രൂപ ഇവിടുത്തെ വില. ഇത് അധികമാണോ അല്ലയോ എന്നറിയില്ല, പക്ഷെ ഞാൻ ചില നഴ്സറികളിൽ ചോദിക്കുമ്പോൾ ഇതിലും വലിയ വില ഈ ഫയർ ഓപ്പലിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്തത് ഗ്രീൻ ആപ്പിൾ വൈറ്റ് എന്നൊരു സാധനമാണ്. കണ്ടോ, ഇതിന്റെ പ്രത്യേകത കണ്ടോ, അടിപൊളി പൂക്കളാണ്. നമ്മൾ കണ്ട പ്ലെയിൻ വൈറ്റിനെക്കാളും ചെറിയ പൂക്കളാണ്. ഇത് കുറച്ചും കൂടി ഒരു ക്രീമി കളറാണ്. കണ്ടോ, ഒരു ചെടിയുടെ ഒക്കെ ഭംഗിയുണ്ടോ, അടിപൊളിയാണ്. ഇതും ഇങ്ങനെ ഒരുപാട് ഇല കാണാതെ പൂക്കുന്ന, എല്ലാം അങ്ങനെ തന്നെയാണ്, നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി കേട്ടോ. ഇതിന്റെ ഇവിടുത്തെ വില 475 രൂപയാട്ടോ. ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ പ്രൈസ് പറയുന്നില്ല എന്ന് പലരും കംപ്ലൈന്റ് പറയാറുണ്ട്. അതാണ് എല്ലാത്തിനും പ്രൈസ് പറഞ്ഞു കേട്ടോ. ഇത് അടുത്ത വെറൈറ്റി സിംഗപ്പൂർ പിങ്ക് എന്നൊരു സാധനമാണ്. ഇത് നമ്മുടെ സാധാരണ കാണുന്ന ബൊഗൈൻവില്ല കോമൺ കളറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊരു പിങ്കിഷ് കളർ കുറച്ച് കൂടുതലാണ്. ഇതും അത്യാവശ്യം നല്ല ചെടികളാണ് കണ്ടോ. ഈ സിംഗപ്പൂർ പിങ്കിന്റെ ഇവിടുത്തെ വില 375 രൂപയാണ്. ഇത് അടുത്ത് കാണുന്ന വെറൈറ്റി ചില്ലി യെല്ലോ എന്നൊരു കളറാണ്.
കണ്ടോ, കുറച്ച് മാത്രമേ കളക്ഷൻ ഉള്ളൂ കേട്ടോ. ഞാനൊരു 2 ദിവസം മുമ്പ് ഇതിലേക്ക് പോകുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പൂവ്, കണ്ടല്ലോ. ഇതിൽ മാത്രമേ കാര്യമായിട്ട് പൂവുള്ളൂ. ഇതിന്റെ ഇവിടുത്തെ വില 375 കേട്ടോ, ചില്ലി യെല്ലോ. അടുത്ത കാണുന്ന ചില്ലി റെഡ് എന്നൊരു സാധനത്തിന്റെ നല്ല കിടിലൻ കളക്ഷൻ ആട്ടോ. ചില്ലി റെഡ് നല്ല ഭംഗിയുണ്ട്, നോക്കിയേ. ശരിക്കും ചില്ലി പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാ, ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നല്ല ചെടികളാണ്, നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് ആണ്. അതാണ് ഇവിടെ കണ്ട പ്രത്യേകത കേട്ടോ. ഇതിവിടെ 2 ടൈപ്പ് ഉണ്ട്, 2 സൈസിൽ അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, അത് കുറച്ച് വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് 2 റേറ്റ് ഉണ്ട്. ഈ ചെറിയ പ്ലാന്റ്സിന്റെ ഇവിടുത്തെ വില 250 ആണ് കേട്ടോ, 250 ആണ്. ആൻഡ് ഈ വലിയ പ്ലാന്റ്സ്, ഇത്തരം പ്ലാന്റ്സിന്റെ വില 325 ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി ഫാർമോസോ പിങ്ക് എന്നൊരു സാധനമാണ്. നല്ല പിങ്കാണ്, ചെറിയ പൂക്കളാണ്. ഇതിന്റെ കുറച്ച് വലിയ പൂക്കൾ എന്റെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, എന്ത് പുഷിയായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. അടിപൊളി പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ഇതിന്റെയൊക്കെ ഒരു കനം കണ്ടോ. ശരിക്കും മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഏതെടുത്താലും ഇതിന്റെ വില 270 ആട്ടോ. 270 ഈ ഫാർമോസോ പിങ്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഹൈബ്രിഡ് വെറൈറ്റിയിലെ ലാസ്റ്റ് ഐറ്റം ആണ് റൂബി റെഡ്. ശരിക്കും നല്ല അടിപൊളി കളർ കേട്ടോ, റൂബി റെഡ് എന്നാ പറയാ. കണ്ടോ, ഇത് കണ്ടോ. പക്ഷെ ഇതിൽ പൂക്കളുള്ള വെറൈറ്റിയൊക്കെ ഒത്തിരി പോയി കഴിഞ്ഞു കേട്ടോ, കുറച്ച് മാത്രമേ പൂക്കളുള്ളൂ. ഞാൻ ലാസ്റ്റ് വരുമ്പോൾ കുറേ പൂക്കളുണ്ടായിരുന്നു. ഇതിലൊക്കെ അത്യാവശ്യം പൂക്കളുണ്ട്, കണ്ടോ. ഇത് നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ്. ഇതിന് ഇവർ വാങ്ങുന്നത് 550 രൂപയാണ്. ഇവിടെയുള്ള ഏറ്റവും കോസ്റ്റ്ലി ഈ സാധനം കേട്ടോ. റൂബി റെഡിന്റെ വില നമുക്ക് അറിയാമായിരിക്കും. ചിലപ്പോൾ വളരെ ചെറിയ ചെടികൾക്ക് പോലും 600 700 ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് താഴെ, കുറച്ച് നാടൻ വെറൈറ്റീസ് താഴെ ഉണ്ട്, അതും കൂടെ നമുക്ക് പോയി കാണാം. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഇതേ കാണുന്ന ബോർഡ് റോയൽ ഗ്രീൻ ഹൗസ്. ഇവരെ കുറിച്ച് വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൽ ഇതിന്റെ റൂട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. ഇനി ഇവിടെ ഉള്ളത് കുറച്ച് നാടൻ വെറൈറ്റീസ് ഓഫ് ബൊഗൈൻവില്ല കേട്ടോ. എല്ലാം ഹെവി പ്ലാന്റ്സ് ആണ്. ഇതിന്റെയൊക്കെ വെറൈറ്റി ഉണ്ടോ, 2 കളറിന്റെ മിക്സ് ആണ്. ഒരു ഓറഞ്ചും ഒരു എന്താ പറയുക, നമ്മൾ നോർമലി കാണുന്ന പിങ്ക് അല്ലെങ്കിൽ ആ മെറൂണിന്റെ ഒരു മിക്സ് കളറാണ്. ഇത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ് കേട്ടോ. വളരെ ചെറിയ പൂക്കളാണ്. ഇതിനൊക്കെ പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല, ഉണ്ടോന്നും അറിയില്ല കേട്ടോ. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാത്തിലും നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. ഇവിടെ ഇത് നല്ല ഹെവിയാ കേട്ടോ. എന്തായാലും ഒരെണ്ണം ഞാൻ എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ മാറ്റി വെക്കാം, എനിക്കത് വേണം. അവിടെ ഇരിക്കട്ടെ. അതുപോലത്തെ വേറൊരെണ്ണം ഇരിപ്പുണ്ട്, ഇത് രസമുണ്ട്. ഇത് ആ കുഞ്ഞു പൂക്കളുടെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടോ. ഇതും എൻ്റെ കയ്യിലില്ല, ഞാൻ എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇരിക്കട്ടെ. അപ്പൊ ഈ നാടൻ വെറൈറ്റി ഏതെടുത്താലും അതിന്റെ വില 220 ആട്ടോ. എന്തായാലും ഞാൻ മേളിലോട്ട് പോയിട്ട് ഞാൻ കാണിച്ച വെറൈറ്റി എനിക്ക് ഇല്ലാത്തതെല്ലാം കൂടെ ഒന്നും കൂടെ കളക്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ സീനിയർ സെയിൽസ് പേഴ്സൺ കേട്ടോ, റോയൽ ഗ്രീൻ ഹൗസിലെ. ഇവിടെ വന്നിട്ട് എൻ്റെ പേര് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡിസ്കൗണ്ട് കിട്ടും. അതിന്റെ ഓണറും പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരിയും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കിട്ടുന്ന ചോദിച്ചു മേടിച്ചോട്ടോ. ഇതോർണം എടുത്തേ. തൽക്കാലം നിറച്ച് പൂക്കളുണ്ട്, പക്ഷെ കുഴപ്പമില്ലല്ലേ ചെടി ഇത്. സെയിം അല്ലേ? യെസ്. ഉണ്ട് സിംഗപ്പൂർ പിങ്ക് അല്ലെങ്കിലും ഇതുപോലത്തെ സാമ്യതയുള്ള ഒരെണ്ണം ഉണ്ട്. ഒന്ന് ചരിഞ്ഞു പോയി. ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? അല്ല അല്ലേ? ഇതൊക്കെയാണോ? ആ, നല്ല കനമുണ്ട്. ഇതും കുഴപ്പമില്ലല്ലേ? 1 2 3 4. ഇത് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, പക്ഷേ സ്റ്റെമ്മിന്റെ ഒക്കെ ഒരു ഭംഗി കണ്ടപ്പോ
ഭയങ്കര ഹെവി അല്ലേ ഇത്? അത്രയും വേണ്ട, അത്രയും വേണ്ട. അതെ, അത് കൊള്ളാന്ന് തോന്നുന്നു. അല്ലാണോ? ഇനിയാണ് നമ്മുടെ താരം. പക്ഷെ നല്ല പൂക്കളൊന്നും ഇല്ല ഇവിടെ. Yes. ഹലോ, വെൽക്കം ബാക്ക്. ഇതേ നമ്മളപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ല ചെടികളുമായിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത്രയും ഐറ്റംസ് അവിടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ 6 ഹൈബ്രിഡ് ആണ്, ബാക്കി 2 നമ്മുടെ നോർമൽ വെറൈറ്റിയുമാണ്. ബാക്കി കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-12 ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അത് ഇതുവരെ ഞാൻ റീപോർട്ട് ചെയ്തിട്ടില്ല, വാങ്ങിയ പോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഈ സീസണിൽ ഇത്രയും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത്തവണ എന്തായാലും പൂക്കൾ കഴിഞ്ഞിട്ട് എല്ലാം റീപോർട്ട് ചെയ്യേണ്ട പരിപാടിയിലാണ്. ചട്ടിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പൊ ഇതിന്റെ ഫുൾ വെറൈറ്റീസും ഇതിന്റെ വിലയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഒന്നും കൂടെ പറയുന്നില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെടികൾ ഇഷ്ടമായ ഒരു പാർട്ടിയെ കോൺടാക്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.